ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു അറബിക് റൈസാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി റൈസാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അരി സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു 25 മിനിറ്റെങ്കിലും നമ്മളിത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ശേഷം ഇതിലെ വെള്ളം നമുക്ക് കളഞ്ഞെടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതിലേക്ക് ഒരു 3/4 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു മീഡിയം സൈസിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി എരിഞ്ഞത്, 6 പച്ചമുളക്, 3 തക്കാളി ചെറുതായി എരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 എണ്ണം പട്ട, 1.5 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 3 തണ്ട് പുതിനയിലയും 8 തണ്ട് മല്ലിയിലയും ചെറുതായി അരിഞ്ഞതാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ പീസുകൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പിലും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കഷ്ണങ്ങൾ പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കഷ്ണങ്ങളൊന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തീ ഇവിടെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ ചിക്കന് ചെറുതായിട്ട് വെള്ളം കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ ഒന്ന് ഹാഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളത്തിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ റൈസിൽ ഉപ്പ് കറക്റ്റായി വരിക. ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. റൈസ് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് നമുക്കിത് വേവിക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് ഓപ്പൺ ചെയ്യേണ്ട. പിന്നെ ഇതൊരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഇവിടെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. റൈസും പാകത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി അറബിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം.